ഹായ്, ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ടെലിസ്കോപ്പിക് സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റൻ പറയുന്നത് സമ്മേഷൻ ഓഫ് r ഈക്വൽ 1 to 30 1/sin π/4 പ്ലസ് r-1 π/6 sin π/4 പ്ലസ് r π/6 ഈക്വൽ എന്താണ് a√3 പ്ലസ് ബി ആണ്. ഓക്കെ, ഇതാണ് തന്ന ഇൻഫർമേഷൻ. അങ്ങനെ നമുക്ക് എന്ത് കാണണം? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² പ്ലസ് b² ആണ്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം ഇത് കിട്ടിയാൽ ഇതിന്റെ വാല്യൂ അല്ലേ a√3 പ്ലസ് ബി അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? ഈ സമ്മേഷൻ ഫാം എനിക്ക് ചെയ്യാൻ വരണ്ടേ അല്ലെ? അതെ, ഈ സമ്മേഷൻ കിട്ടിയാലേ ആ സമ്മേഷൻ ഏത് ഫോമിലാവും? ഈ സംതിങ് √3 പ്ലസ് സംതിങ് എന്ന ഫോമിലാവും. അങ്ങനെയെങ്കിൽ ഈ √3യുടെ കൂടെ ഉള്ള ആളാരാ? എ ആണ്. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആളാരാ? ബി ആണ് അല്ലെ? അപ്പൊ എനിക്ക് ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാനേ ആദ്യം ഇതിങ്ങനെ വലുതാക്കി എഴുതുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇയാളെ ആൽഫ എന്ന് വിളിച്ചു. അപ്പൊ ആൽഫ ആരാ? π/4 പ്ലസ് r-1 π/6. ദെൻ ഇയാളെ ഞാൻ ബീറ്റ വിളിച്ചു. ആ ബീറ്റ ആരപ്പം? π/4 പ്ലസ് r π/6. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ടെലിസ്കോപ്പിക് സീരീസിൽ ചെയ്യുന്ന കാര്യം എന്താ? ഈ കാണുന്ന ആളുടെ ഡിഫറൻസിൽ മോൾ എഴുതല്ലേ അല്ലെ? അപ്പൊ നേരത്തെ തൊട്ടുമുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ആ x+3 × x+2 ആണ് അതിന്റെ ഓർമ്മ. മുകളിൽ x+3 - x+2 എഴുതില്ലേ? അതേപോലെ തന്നെ ഇവിടെ മുകളിൽ ആൾ എന്ത് ചെയ്യണം? ഇയാളുടെ ഡിഫറൻസ് എഴുതണം അല്ലെ? അതെങ്ങനെ എഴുതാ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈൻ ആൽഫ മൈനസ് ബീറ്റ ആ ഫോമിൽ കേട്ടോ. ഇവിടെ ശരിക്കും ബീറ്റ മൈനസ് ആൽഫ എന്താ? ഇത് രണ്ടും കുറച്ചാ പോരെ അല്ലെ? ഇതാരടാ? π/4 പ്ലസ് r π/6 അല്ലെ? ആൽഫ എന്താ? π/4 പ്ലസ് r-1 π/6 എന്ന് പറഞ്ഞാലേ r-1 π/6 എന്ന് പറഞ്ഞാലേ r π/6 മൈനസ് π/6 അല്ലേ? അപ്പൊ π/4ഉം r π/6 പോയാലും മൈനസ് π/6 എന്താവും? പ്ലസ് π/6 അല്ലേ? അതായത് ബീറ്റയും ആൽഫയും കുറച്ച് എന്താ കിട്ടുക? π/6 കിട്ടുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ മാറ്റി എഴുതാനെ ശ്രദ്ധിച്ചിരിക്കുക. 1 ഈ 1ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തി? സൈൻ ബീറ്റ മൈനസ് ആൽഫ എന്നെഴുതി അല്ലെ? അപ്പൊ ഈ സൈൻ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സൈൻ 30 സൈൻ 30 1/2 അല്ലെ? അപ്പൊ ആ 1/2 ഒഴിവാക്കാൻ 2 കൊണ്ട് മടങ്ങി വരെ അല്ലെ? വട്ട് ഇസ് 2 × സൈൻ ബീറ്റ മൈനസ് ആൽഫ? 2 × സൈൻ 30 അല്ലേ? 2 × സൈൻ 30 2 × 1/2 അല്ലേ? അത് 1 അല്ലേ? അപ്പൊ ഈ 1ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതിയ പ്രശ്നമല്ലോ. താഴെ എന്താ? താഴെ സൈൻ ഇതാരാ? ആൽഫ അല്ലെ? ദെൻ സൈൻ ഇതാരാ? ബീറ്റ. ഇങ്ങനെ മാറി അല്ലെ? ആ 2നെ പുറത്തെടുത്താലേ എന്താ വരിക? what is sin beta minus alpha? sin x minus y sin x cos y minus cos x sin y അല്ലേ? അത് അപ്പഴേ എന്ത് വരിക? സമ്മേഷൻ ഓഫ് sin beta cos alpha മൈനസ് cos beta sin alpha ഡിവൈഡ് ബൈ ആരുണ്ട്? സൈൻ ആൽഫ സൈൻ ബീറ്റ അല്ലേ? അത് ഞാൻ രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സൈൻ ആൽഫ സൈൻ ബീറ്റ കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? സൈൻ ആൽഫ സൈൻ ബീറ്റ കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഗുണം ആര് കട്ട് ചെയ്ത് പോയി? സൈൻ ബീറ്റയും കട്ട് ചെയ്ത് പോയി. ഇവിടെയോ സൈൻ ആൽഫയും പോയി. ബാക്കി എന്താ? 2 × സമ്മേഷൻ ഓഫ് ഇത് കോസ് ആൽഫ ബൈ സൈൻ ആൽഫ എന്താ? കോട്ട് ആൽഫ മൈനസ് കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ എന്താ? കോട്ട് ബീറ്റ അല്ലേ അല്ലെ? അങ്ങനെയെങ്കിൽ നോക്കുക 2 × സമ്മേഷൻ ഓഫ് അല്ലെ എന്താ വരിക? എവിടെ എഴുതണേ? പുതിയ പേജിൽ എഴുതാം. 2 × സമ്മേഷൻ ഓഫ് കോട്ട് ആൽഫ കോട്ട് ആൽഫ ആരവിടെ? ആൽഫ ഇതല്ലേ? π/4 മൈനസ് r-1 π/6 അല്ലേ? കൊടുക്കുക. മൈനസ് കോട്ട് ബീറ്റ ആരവിടെ? ഇതല്ലേ? π/4 പ്ലസ് r π/6. എവിടെ മുതൽ എവിടെ വരെയാടാ? എവിടെ മുതൽ എവിടെ വരിക? r1 മുതൽ 30 വരിക. 2 × r1 കൊടുത്താലേ ഇത് 0 ആയി പോയില്ലേ? ബാക്കി എന്താ? ഇനി ഞാൻ എന്ത് ചെയ്യാ? സമ്മേഷൻ അപ്ലൈ അല്ലേ? സമ്മേഷൻ അപ്ലൈ r1 2 3 എവിടെ വരെ കൊടുക്കുക? π/3 വരെ അല്ലേ? r1 കൊടുത്തത് പോയി. ബാക്കി എന്താ? കോട്ട് π/4 മൈനസ് r1 ഇതെന്താ? π/4 പ്ലസ് π/6 അല്ലേ? പ്ലസ് r2 കൊടുത്താലോ? r2 കൊടുത്തത് എന്താ? 2 ആയത് 2 - 1 1 ആവില്ലേ? അപ്പൊ ഇത് കോട്ട് π/4 പ്ലസ് π/6 അല്ലേ? മൈനസ് r2 കൊടുത്ത് എന്തായി? ഇത് 2
കോട്ട് പൈ ബൈ 4 പ്ലസ് 2 പൈ ബൈ 6 അല്ല പ്ലസ് എക്സെട്രാ. ലാസ്റ്റ് ആരെ കൊടുക്കുക? R13 കൊടുക്കുക. R13 കൊടുത്ത എന്ത് തരിക? കോട്ട് പൈ ബൈ 4 പ്ലസ് 13 ആയത് 13 മൈനസ് 1 12 അല്ലേ? 12 പൈ ബൈ 6 മൈനസ് കോട്ട് 13 ആയത് പൈ ബൈ 4 പ്ലസ് 13 പൈ ബൈ 6 ഇതല്ലേ വരിക അല്ലേ? ഡയഗണൽ ഇത് പോയി അല്ലേ? അപ്പൊ ഡയഗണൽ എല്ലാ എലമെന്റും ക്യാൻസൽ ചെയ്ത് പോകില്ലേ? ബാക്കി ആരെ വരിക? 2 ഇൻറ്റു ഇത് കോട്ട് പൈ ബൈ 4 അല്ലേ? വട്ട് ഇസ് കോട്ട് പൈ ബൈ 4? 1 മൈനസ് ഇതെന്താ? കോട്ട് പൈ ബൈ 4 പ്ലസ് 13 പൈ ബൈ 4. എടാ പൈ ബൈ 4 എന്ന് പറയുന്നത് എന്താ? 45 ഡിഗ്രി അല്ലേ? സോ ഇത് 45 ഡിഗ്രി. 13 പൈ ബൈ 6 എന്താ? 30 ഇൻറ്റു 60 ഡിഗ്രി അല്ലേ? ഞാനേ ഡിഗ്രി ആക്കാണ്ടോ, അപ്പൊ കാൽക്കുലേറ്റ് ഒന്നുകൂടി ഈസി അല്ലേ? അപ്പൊ ഇത് കോട്ട് പൈ ബൈ 6 എന്ന് പറഞ്ഞാലേ 13 പൈ ബൈ 6 എന്ന് പറഞ്ഞാലേ 13 ഇൻറ്റു പൈ ബൈ 6 30 ഡിഗ്രി അല്ലേ? എന്താ 390 ഡിഗ്രി. അപ്പൊ എന്താ? 2 ഇൻറ്റു 1 മൈനസ് കോട്ട് 390 പ്ലസ് 45 435 ഡിഗ്രി അല്ലേ? അല്ലെ? ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് കിട്ടിയത് അല്ലെ? 2 ഇൻറ്റു 1 മൈനസ് കോട്ട് 435 ഡിഗ്രി. 1 മൈനസ് കോട്ട് 435 ഡിഗ്രി അല്ലെ? ഇനി എങ്ങനെ കോട്ട് 435 ഡിഗ്രി കാണുക? അത് കണ്ടാൽ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ട്രിഗണോമെട്രിയിൽ വലിയ ആംഗിൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 360 ഡിഗ്രിയോ 360 മൾട്ടിപ്പിളോ കുറക്കൂലേ അല്ലെ? അങ്ങനെ കുറച്ചാൽ അതിന് മാറ്റം വരുമോ? വാല്യൂന് മാറ്റം വരുമോ? മാറ്റം വരൂല അല്ലേ? അപ്പൊ എന്താ വരിക? 2 ഇൻറ്റു 1 മൈനസ് കോട്ട് അവിടെ 360 ഡിഗ്രി കുറച്ചാലേ 435 360 കുറച്ച് ബാക്കി എന്താ? കോട്ട് 75 ഡിഗ്രി അല്ലേ? അല്ലേ? അപ്പൊ എന്താ? 2 ഇൻറ്റു 1 മൈനസ് കോട്ട് 75 ഡിഗ്രി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 മൈനസ് കോട്ട് 75 ഡിഗ്രി? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോട്ട് 75 ഡിഗ്രി? അത് നിങ്ങൾക്ക് അറിയണം അല്ലേ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോട്ട് 75 ഡിഗ്രി? പറഞ്ഞ മക്കളെ, അവിടെ കോട്ട് 75 ഡിഗ്രി എന്ന് പറഞ്ഞാലേ കോസ് 7. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് നോർമലി ഇത് ബൈഹാർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലേ? അഥവാ ബൈഹാർട്ട് ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യുക? അവിടെ കോട്ട് 75 എന്ന് പറഞ്ഞാൽ 1/tan75 അല്ലേ? അല്ലെ? വാട്ട് ഇസ് വാല്യൂ tan 75 ഡിഗ്രി? tan 75 എന്ന് പറഞ്ഞാൽ tan 45 പ്ലസ് 30 അല്ലേ? അല്ലെ? അപ്പൊ അത് tan x പ്ലസ് y എന്താ? tan x പ്ലസ് tan y ഡിവൈഡ് ബൈ 1 മൈനസ് tan x tan y അല്ലേ? അപ്പൊ എന്താ? tan 45 പ്ലസ് tan 30 ഡിവൈഡ് ബൈ 1 മൈനസ് tan 45 tan 30. അപ്പൊ എന്താ? 1 പ്ലസ് 1 ബൈ റൂട്ട് 3 1 മൈനസ് 1 ബൈ റൂട്ട് 3 അല്ലേ? അല്ലെ? അപ്പൊ ഒന്ന് ക്രോസ് ചെയ്ത് എന്ത് വരിക? റൂട്ട് 3 പ്ലസ് 1 ബൈ ഇതാണ് tan 75 അല്ലെ? അപ്പൊ കോട്ട് 75 എന്ത് വരിക? തിരിച്ചിട്ടാ മതി. എന്ത് വരിക? ഇത് തിരിച്ചിട്ടാല് റൂട്ട് 3 മൈനസ് 1 ബൈ റൂട്ട് 3 പ്ലസ് അല്ലെ? ദെൻ ഇതിനൊന്ന് ചെറുതാക്കാൻ വേണ്ടി കോൺജുഗേറ്റ് കൊണ്ട് മുകളും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. റൂട്ട് 3 പ്ലസ് 1ന്റെ കോൺജുഗേറ്റ് എന്താ? റൂട്ട് 3 മൈനസ് 1 അല്ലേ? അപ്പൊ എന്താ? റൂട്ട് 3 മൈനസ് 1 റൂട്ട് 3 മൈനസ് 1 റൂട്ട് 3 മൈനസ് 1ന്റെ സ്ക്വയർ. താഴോ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? റൂട്ട് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 2 അല്ലേ വരിക? അഗെയിൻ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? a സ്ക്വയർ റൂട്ട് 3 സ്ക്വയർ 3 b സ്ക്വയർ 1 മൈനസ് 2 റൂട്ട് 3 ബൈ 2 അല്ലേ? അപ്പൊ ഇത് 4 മൈനസ് 2 റൂട്ട് 3 ബൈ 2 അല്ലേ വരിക? അപ്പൊ 2 കടന്ന് തരാ 2 മൈനസ് റൂട്ട് 3. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുല കേട്ടോ. അപ്പൊ ഞാൻ അഥവാ അറിഞ്ഞില്ലെങ്കിൽ ചെയ്യണ മെത്തേഡാണ്. അപ്പൊ കോഡ് 75ന്റെ വാല്യൂ എന്താ? 2 മൈനസ് റൂട്ട് 3 ആണ്. അപ്പൊ ഇവിടെ എന്തായി? 2 ഇൻറ്റു 1 മൈനസ് കോഡ് 75 എന്താ? 2 മൈനസ് റൂട്ട് 3. അപ്പൊ എന്താ? 2 ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 1 അല്ലേ? മൈനസ് 1 മൈനസ് എന്തായി? പ്ലസ് റൂട്ട് 3. ഓപ്പൺ ആക്കി എന്ത് വരിക? 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 2 ഇൻറ്റു റൂട്ട് 3 അല്ലേ വരിക? അപ്പൊ ഇത് 2 റൂട്ട് 3 മൈനസ് 2 അല്ലേ വരിക? 2 റൂട്ട് 3 മൈനസ് 2. ക്വസ്റ്റ്യൻ ഇത് എന്താ പറഞ്ഞത്? ആൽഫ റൂട്ട് 3 പ്ലസ് ബീറ്റ. അപ്പൊ ആൽഫ ആരാ? 2. ബീറ്റ ആരാ? മൈനസ് 2. ആൽഫ 2 ബീറ്റ മൈനസ് 2 വേണ്ടതാരാ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ അല്ലേ? അപ്പൊ 2 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ എത്ര ആൻസർ? 8 ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. എപ്പോഴും പറയുന്ന പോലെ ചെയ്ത് പഠിക്കുക. ടെലസ്കോപ്പിക് സീരീസ് ആണ്. ഈ ഒരു സെക്ഷൻ തന്നെ ടെലസ്കോപ്പിക് സീരീസിന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വൃത്തിയായി മനസ്സിലാക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.